എപ്പോഴെങ്കിലും ശരീരത്തിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? ഒരു മനുഷ്യൻ ശരാശരി 70 വർഷം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അത്രയും കാലം ഈ പ്രവർത്തനങ്ങളെ സുഗമമായി നിലനിർത്തുന്നത് എന്തായിരിക്കും? ഉത്തരമോർത്ത് തല പുകയ്ക്കേണ്ട, പറയാം. ശരീരത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയ പങ്കുണ്ട്. എന്നാൽ നാം കഴിക്കുന്ന ഭക്ഷണം ഊർജമായി മാറ്റുന്നതിലും ശരീരത്തിന്റെ അറ്റകുറ്റപ്പണികളിലും രോഗപ്രതിരോധത്തിലും ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലോ? അതെ, അതാണ് വൈറ്റമിനുകൾ. ശരീരത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതും ജീവന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്തതുമായ ജൈവ സംയുക്തങ്ങളാണിവ. നേരിട്ട് ഊർജം നൽകുന്നില്ലെങ്കിലും ശരീരത്തിലെ ഊർജോൽപാദനം, വളർച്ച, കോശങ്ങളുടെ അറ്റകുറ്റപ്പണി, രോഗപ്രതിരോധ ശേഷി തുടങ്ങി എല്ലാ സുപ്രധാന പ്രവർത്തനങ്ങളെയും ഇവ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ വൈറ്റമിനുകളുടെ അളവ് സുപ്രധാനമാകുന്നത്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ 13 തരം വൈറ്റമിനുകളെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ, ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്നിവ. ഈ വൈറ്റമിനുകൾ ശരീരത്തിലെ കൊഴുപ്പിൽ ലയിച്ച് കരളിലും കൊഴുപ്പ് കോശങ്ങളിലും സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദിവസേന ഇവയടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന നിർബന്ധമില്ല. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവയുടെ അളവ് കൂടിയാൽ ശരീരത്തിൽ വിഷാംശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി എന്നിവയാണ് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ. ഈ വൈറ്റമിനുകൾ വെള്ളത്തിൽ ലയിച്ച് ശരീരത്തിലുടനീളം സഞ്ചരിക്കുന്നു. അധികമുള്ളവ എളുപ്പത്തിൽ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നത് കൊണ്ട് ഈ വൈറ്റമിനുകൾ അടങ്ങിയ ഭക്ഷണം നമ്മൾ ദിവസവും കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ വൈറ്റമിനും ശരീരത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചും പ്രധാന സ്രോതസ്സുകളെക്കുറിച്ചും നമുക്ക് നോക്കാം. കാഴ്ചശക്തിയുടെ സംരക്ഷകനാണ് വൈറ്റമിൻ എ. നല്ല കാഴ്ചയ്ക്കും ശക്തമായ പ്രതിരോധ സംവിധാനത്തിനും കോശവളർച്ചയ്ക്കും സഹായിക്കുന്നത് ഈ വൈറ്റമിനാണ്. ക്യാരറ്റ്, ചീര, മധുരക്കിഴങ്ങ്, മുട്ടയുടെ മഞ്ഞ തുടങ്ങിയവയിൽ വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ശക്തനായ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് വൈറ്റമിൻ സി. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മുറിവുണക്കാനും അയണിന്റെ ആഗിരണത്തിനും സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്. നെല്ലിക്ക, ഓറഞ്ച്, നാരങ്ങ, പേരക്ക തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ വൈറ്റമിൻ സി എളുപ്പത്തിൽ ലഭിക്കും. എല്ലുകൾക്ക് കരുത്ത് നൽകുന്നത് വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിലൂടെയും കൊഴുപ്പുള്ള മത്സ്യത്തിലൂടെയും ലഭിക്കുന്ന ഈ വൈറ്റമിൻ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിലും നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യത്തിലും നിർണായക പങ്ക് വഹിക്കുന്ന വൈറ്റമിൻ ബി കോംപ്ലക്സ് ഊർജ ഉൽപാദനത്തിനും സഹായിക്കുന്നു. ധാന്യങ്ങൾ, മാംസം, മുട്ട, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ സ്രോതസ്സുകൾ. കോശങ്ങളെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പ്രധാന ആന്റി ഓക്സിഡന്റ് ആണ് വൈറ്റമിൻ ഇ. അണ്ടിപ്പരിപ്പ്, വിത്തുകൾ, സസ്യ എണ്ണകൾ എന്നിവയിലൂടെ വൈറ്റമിൻ ഇ ലഭിക്കും. രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയക്ക് നിർണായകമായ വൈറ്റമിൻ കെ ലഭിക്കാൻ ചീര പോലുള്ള കടും പച്ച ഇലക്കറികൾ, ബ്രോക്കോളികൾ എന്നിവ ധാരാളമായി കഴിച്ചാൽ മതി. ഇതൊക്കെ അറിഞ്ഞിട്ടെന്തിനാണെന്നല്ലേ വിചാരിക്കുന്നത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. ഈ സൂക്ഷ്മ പോഷകങ്ങളുടെ കുറവ് നമ്മുടെ ജീവിത നിലവാരത്തെ സാരമായി തന്നെ ബാധിക്കും. B12, B9, സി വൈറ്റമിനുകളുടെ കുറവ് അമിതമായ ക്ഷീണം, കിതപ്പ് എന്നിവയ്ക്ക് കാരണമാകുന്ന വിളർച്ചയ്ക്ക് വഴിവെക്കും. അതേസമയം വൈറ്റമിൻ ഡിയുടെ കുറവ് മുതിർന്നവരിൽ എല്ലുകൾക്ക് ബലക്കുറവിനും കുട്ടികളിൽ കണരോഗമെന്നറിയപ്പെടുന്ന റിക്കറ്റ്സിനും കാരണമാകും. വൈറ്റമിൻ എയുടെ കുറവ് നിശാന്തതയ്ക്കും കണ്ണിന്റെ ആരോഗ്യത്തെയും സാരമായി തന്നെ ബാധിക്കുന്നു. തീർന്നില്ല, ശാരീരിക ബുദ്ധിമുട്ടുകൾക്കപ്പുറം ശരീരത്തിലെ വൈറ്റമിനുകളുടെ കുറവ് മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്നു. നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ അനിവാര്യമാണ്. ഇവയുടെ കുറവ് വിഷാദം, ഉത്കണ്ഠ, ഓർമ്മക്കുറവ്, ഏകാഗ്രത കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. വൈറ്റമിൻ കുറവ് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പോഷകസമ്പന്നമായ സമീകൃതാഹാരം ശീലമാക്കുക എന്നതാണ്. ദിനേന കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതരം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. തവിടുകളയാത്ത ധാന്യങ്ങൾ ബി വൈറ്റമിനുകളുടെ മികച്ച ഉറവിടമാണ്. അവ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. ഇതൊന്നും കൂടാതെ ദിവസവും 15 മുതൽ 20 മിനിറ്റ് വരെ സൂര്യരശ്മി ഏൽക്കുന്നത് വൈറ്റമിൻ ഡി ഉൽപാദനത്തിനും സഹായിക്കും. ഇതൊക്കെയാണെങ്കിലും ഓർക്കുക, അമിതമായാൽ അമൃതും വിഷം എന്നതുപോലെ അധികമായാൽ വൈറ്റമിനും വിഷമാണ്. വൈറ്റമിനുകൾ ശരീരത്തിൽ അധികമായാൽ ഛർദി, വയറിളക്കം, കരൾ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ തുടങ്ങിയ പ്രതികൂല ഫലങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ സ്വയം സപ്ലിമെന്റുകളെ ആശ്രയിക്കുന്നതിനു പകരം സമീകൃതാഹാരത്തിലൂടെ വൈറ്റമിനുകൾ ഉറപ്പാക്കുന്നതാണ് ഏറ്റവും ഉചിതം.
ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെന്റുകൾ ഉപയോഗിക്കുക. ആരോഗ്യമുള്ള ജീവിതക്രമത്തിന് ഏറ്റവും മികച്ച മാർഗം നല്ല ഭക്ഷണശീലം തന്നെയാണെന്ന് ഓർമ്മയിലിരിക്കട്ടെ.